പട്ടത്തി മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അന്ന് മാർക്കറ്റിൽ പോയി മേടിച്ചത്. അപ്പോൾ അതിന് ഞാൻ ചട്ടിയിൽ ഇഞ്ചി, പച്ചമുളക്, വേപ്പിലയും കൂടി ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞങ്ങളിവിടെ നന്നായിട്ട് എരിവ് കഴിക്കണ കാരണം ഞങ്ങൾ നന്നായിട്ട് മുളക് പൊടി ഇടും. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഈ മീനിലൊന്നും മല്ലിപ്പൊടി ഉപയോഗിക്കില്ല കേട്ടോ. വലിയ മീനുകളിലാണ് ഞങ്ങളിവിടെ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ 3-4 മണി ഉലുവ ചതച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതേ കുടപ്പുളി ഇട്ടാ. ഇവിടെ പുളി എല്ലാവർക്കും നല്ലോണം വേണം, അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ പുളി ഇടണേ കേട്ടാ. എന്നാലും ഞാൻ അതൊക്കെ ഇടുന്നില്ല. പിന്നെ ഇതേ 1-ാം പാലും 2-ാം പാലും ഒരുമിച്ച് അടിച്ച് വെച്ചതാണത്. ഞാൻ അങ്ങനെ ചേർക്കാറ്. അപ്പോൾ ഇതും കൂടിയും ചേർത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഗ്യാസമ്മ വെക്കാം കേട്ടോ. ഒട്ടും ദശക്കട്ടില്ലാത്ത മീനാണ് പട്ടത്തി. അപ്പോൾ ഒരു 5-6 തളയൊക്കെ തിളച്ചിട്ട് നമ്മൾ മീനിട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആകെ വെന്ത് ഉടയും. പാലൊക്കെ ഒഴിച്ചൊരു 3-4-5 തള കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഞാൻ മീനിടുന്നത് കേട്ടോ. മാംസമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് അത് വേവും. അതുകൊണ്ടാണ് നമ്മൾ തിളയ്ക്കണം. ഇനിയിപ്പോൾ അത് പെട്ടെന്ന് ആയിക്കോട്ടെ. റെഡിയായി കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഉള്ളി കാച്ചാൻ പോവാം കേട്ടോ. അപ്പം നമുക്ക് വേറെ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് അതെ ഞാൻ ചട്ടി വെച്ചു. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാനൊരു കുറച്ച് കുഞ്ഞുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വന്നു. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണേന്നറിയാമോ? ഒരു നുള്ള് മുളക് പൊടി ഞാൻ ഇടും കേട്ടോ. അത് നല്ലതാണ്. നല്ല നമ്മുടെ മീൻകറിക്ക് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഒഴിച്ച് കഴിയുന്നു കണ്ട. അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കണേന്ന് എന്നോട് പറയണം കേട്ടോ. അപ്പം നോക്കിയാൽ നമ്മുടെ കറി റെഡിയായി കണ്ട. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. മല്ലിപ്പൊടിയൊന്നും ഇടണമെന്നില്ല കേട്ടോ. ഇങ്ങനത്തെ മീനിൽ മല്ലിപ്പൊടി ഇട്ട ടേസ്റ്റ് കുറയും. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. നല്ല സ്വാദുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി.